എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് പ്രോഡക്ട്സിൻ്റെയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ആരോ ഡൗട്ട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഐപാക്കിന്റെ പൗഡർ എന്ത് പൗഡറാണ് മിക്സ് ചെയ്തെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ആ പൗഡർ എന്താണ് മിക്സ് ചെയ്തെന്നുള്ളത് അതിന് തൊട്ട് മുമ്പത്തുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐപാക്ക് പൗഡർ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആക്ച്വലി ഞാൻ ആ വീഡിയോയിൽ പറയാനായിട്ട് വിട്ടുപോയി കേട്ടോ. ഏത് പ്രോഡക്റ്റ് ആണ് അതിൽ മിക്സ് ചെയ്തെന്നുള്ളത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി, സോറി. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ആ പ്രോഡക്റ്റ് മിക്സ് ചെയ്യുന്ന രീതിയാണ് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ റെഗുലർ ആയിട്ട് ഐപാക്ക് ഇടണം, എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പലരും എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്, ചേച്ചി ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വെച്ചിട്ട് ഈ ഫേസിൽ ഈ മൂക്കിന് ചുറ്റുമൊക്കെ ഒരുപാടുണ്ട്, അപ്പൊ അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളത്. ആക്ച്വലി നമ്മൾ സ്ക്രബ് ചെയ്യാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എപ്പോഴും അല്ലെങ്കിൽ രണ്ട് ദിവസം സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 5 ദിവസം ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യാം. പക്ഷെ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരുപാട് ഹാഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഫേസിലിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ പഞ്ചസാര ഉപയോഗിച്ച് ചില പേരൊക്കെ സ്ക്രബ് ചെയ്യാറുണ്ട്. പഞ്ചസാര ആയിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതിന്റെ തരിതരിപ്പ് ഒന്ന് മാറ്റിയതിന് ശേഷം വേണം ഫേസിൽ സ്ക്രബ് ചെയ്യാനായിട്ട്. പഞ്ചസാരയൊക്കെ ഉപയോഗിച്ചുള്ള സ്ക്രബ്ബറൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് ഒരുപാടെണ്ണം കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സ്ക്രബ്ബർ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ പൊട്ടറ്റോ പൗഡർ ഉപയോഗിച്ചിട്ട്, കാരണം സ്കിൻ വൈറ്റനിങ്ങിനും കൂടെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രബ്ബറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ഒരു സ്ക്രബ്ബർ 2 ഇൻഗ്രീഡിയൻസ് 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോയുടെ പൗഡറാണ്. ഇത് ഞാൻ പൊട്ടറ്റോ പൊടിച്ചതാണ് കേട്ടോ. പൊട്ടറ്റോ നമുക്ക് തരിതരിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചേക്കുന്നത്. ഇത് നമുക്ക് മില്ലിൽ പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിക്കാനായിട്ട് പറ്റത്തില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നല്ലപോലെ ഒന്ന് ഉണക്കി എടുത്തതിന് ശേഷം ഇത് ഞാൻ ഇതിപ്പോൾ നമ്മൾ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. കാരണം മില്ലിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ പൊടിക്കാനായിട്ട് പറ്റത്തില്ല, ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് പൊടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ള പൊട്ടറ്റോന്റെ പൗഡറാണ്. 1 കിലോ പൊട്ടറ്റോന്റെ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊട്ടറ്റോ പൗഡർ നമുക്ക് ആദ്യം ബക്കറ്റിലേക്ക് ഇടാം. ഞാൻ ആദ്യം പൊട്ടറ്റോ പൗഡർ ഇടാം കേട്ടോ. അപ്പോൾ 1 കിലോ പൊട്ടറ്റോ പൗഡറിന് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിമധുരം അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്നൊക്കെ പറയത്തില്ലേ, ഒരു 1/4 കിലോ ഇരട്ടി മധുരം പൊടിച്ചതാണ്. അതിൽ മഞ്ഞൾ ചേർത്തിട്ട്, സാധാരണ കസ്തൂരി മഞ്ഞളല്ല, മരമഞ്ഞൾ ചേർത്ത് പൊടിച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഇരട്ടി മധുരമാണിത്. ഈ ഇരട്ടി മധുരമാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇരട്ടി മധുരം പൊടിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പൊടിച്ചിട്ടില്ല, ചെറിയ നാര് പോലുള്ള തരിതരിപ്പുകൾ ഉണ്ടാവും. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടുള്ളൂ. ഭയങ്കര നൈസായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റൂല. അതുകൊണ്ട് തന്നെ മഞ്ഞൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ മരമഞ്ഞൾ ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ പൊട്ടറ്റോ പൗഡറും ഈ മരമഞ്ഞളും ഇതും കൂടെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനിത് ഫുള്ളായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് പൊടിക്കുന്ന സമയത്ത് പൊട്ടറ്റോയും ഈ അതിമധുരവും ചെറിയ കുറച്ച് മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഒരുപാട് പൊടിക്കാതെ നൈസായിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ പ്രത്യേകം പൊടിച്ച് വെക്കണം എന്നില്ല. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പൊടിച്ചത്. അല്ലെങ്കിൽ ഒന്നായിട്ട് തന്നെ പൊടിച്ചെടുത്താലും മതി. ഈ പൊട്ടറ്റോ ആക്ച്വലി ഉണക്കി പൊടിക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഒരുപാട് പൊടിച്ചാൽ മാത്രമേ നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇതുപോലെ മിക്സ് ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പം ചെറിയ ഒരു തരിതരിപ്പ് ഇതിനകത്തുണ്ട്. ഈ ഒരു തരിതരിപ്പോടെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്, എങ്കിലും നമ്മൾ ആ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു തരിതരിപ്പ് കിട്ടുള്ളൂ. ഇനി ഇതെങ്ങനെ മിക്സ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ടവൽ, ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു ടവൽ നല്ലപോലെ ഒന്ന് മുക്കി പിഴിഞ്ഞ് ഫേസിൽ ഒരു 5 മിനിറ്റ് ഇട്ടേക്കാം. ആവി പിടിച്ചാലും കൊള്ളാം, കുഴപ്പമില്ല. എങ്കിലും ആവി പിടിക്കുന്നതിനെക്കാട്ടിയും എനിക്ക് കുറച്ച് കൂടെ നല്ലതായിട്ട് നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആവി പിടിക്കുന്നതിനെക്കാട്ടിലും ഒരു ടവൽ ഒരു വെള്ളത്തിൽ നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം ഫേസിൽ ഇട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലുള്ള പോർസ് ഒക്കെ നല്ലപോലെ ഓപ്പൺ ആകും. അതിനുശേഷം ഈ പൊടി കുറച്ച് കയ്യിലെടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്യുന്നതാണ് കുറച്ച് നല്ലത്. അല്ലെങ്കിൽ പ്ലെയിൻ
വാട്ടറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മൂക്കിന്റെ രണ്ട് ഭാഗത്തും ഈ താടിയിലും ഈ ഒരു കന്നത്തിന്റെ ഈ ഒരു ഭാഗത്തും ഇവിടെയാണ് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അധികമായിട്ട് കാണുന്നത്. ഈ ഒരു വിരൽ കൊണ്ട് ചെറുതായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. മൂക്കിലൊക്കെ നല്ല ഭംഗിയായിട്ട് റബ്ബ് ചെയ്യാം. റബ്ബ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അത് ഫേസിൽ തന്നെ വിട്ടേക്ക്. ഈ ചുണ്ടിന് ചുറ്റും ഒക്കെ റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഫേസിൽ വിട്ടിട്ട് അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്ത് കളയാം. ഒരുപാട് നേരം വെച്ചേക്കാൻ വേണ്ട, ഒരുപാട് നേരം ഇട്ടങ്ങ് റബ്ബ് ചെയ്യും വേണ്ട. ഒരു മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ് റബ്ബ് ചെയ്താൽ മതി. റബ്ബ് ചെയ്തതിന് ശേഷം ഇടാം. നമ്മളിത് ആവി കൊള്ളിക്കുന്ന സമയത്ത് ആ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വെളിയിലോട്ട് തള്ളി വരുമോ, നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും അങ്ങ് പോവുകയും ചെയ്യും. ആഴ്ചയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ വെച്ച് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പൂർണ്ണമായിട്ട് പോവുകയും ചെയ്യും. ചിലർക്ക് ഇങ്ങനെ ബ്ലാക്ക് കളറിലുള്ള ഡോട്ട്സ് ഒക്കെ വരത്തില്ലേ ഫേസിലൊക്കെ, അങ്ങനെ ഡോട്ട്സ് പോവുകയും ചെയ്യും. കാരണം നമ്മൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ബേസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് സ്കിന്ന് ക്ലിയർ ആവാനായിട്ട് നല്ലതാണ്. സ്കിന്നിൽ നല്ലൊരു കളറും വരാനായിട്ട് നല്ലതാണ്. ചിലർക്ക് കണ്ടിട്ടില്ലേ ഈ മൂക്കിലൊക്കെ ഒരുപാട് കറുത്ത കുത്തുകളും ഒക്കെ കാണാം. അപ്പൊ അതൊക്കെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇരുന്നിട്ട് ഉണ്ടാകുന്ന കുത്തുകളാണ്, ഡെഡ് സെൽസ് ആയിട്ട് മാറുന്നതാണ്. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഡെഡ് സെൽസിനെയൊക്കെ പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്താൽ മാത്രമേ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ക്രബ്ബർ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ വീട്ടിലുണ്ടാക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സിന്റെ ലിസ്റ്റ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.